ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂഷന് അല്ലെങ്കിൽ അത് അക്കാഡമി തേടി പോകുന്ന സമയത്താണ് ഞാൻ സിയോണിനെ പറ്റി അറിയുന്നത്. കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് സ്വിച്ച് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട് ഒരു ഫ്രീ ആയിട്ട് ഇന്ന് ചെയ്യാൻ പറ്റുന്നൊരു ജോബ്, ഒരു മൊത്തത്തിലൊരു വെക്കേഷൻ ഒന്നും കൂടെയാണ്. നമ്മുടെ മെൻറ്റേഴ്സ് എല്ലാം നല്ല സപ്പോർട്ടീവായിട്ട് ചെയ്ത് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാൻ പറ്റും. മിക്ക എങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചും സിയോൺ അക്കാഡമിയെ കുറിച്ച് പറയുന്നത്. ഡിഗ്രി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ ചേട്ടനാണ്, എൻ്റെ ഒരു കസിൻ ചേട്ടനാണ് പറഞ്ഞ് ഇങ്ങനെയൊരു കോഴ്സുണ്ട്, ഇനി അതിനെപ്പറ്റി റിസർച്ച് ചെയ്യുക, ഫ്യൂച്ചറിൽ സ്കോപ്പുള്ളൊരു കോഴ്സാണ് അല്ലെങ്കിൽ ഒരു ഫീൽഡാണെന്ന് അറിഞ്ഞാണ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് അറിയുന്നതും റിസർച്ച് ചെയ്യുന്നതും. ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂഷന് അല്ലെങ്കിൽ അത് അക്കാഡമി തേടി പോകുന്ന സമയത്താണ് ഞാൻ സിയോണിനെ പറ്റി അറിയുന്നത്. അവരുടെ ആഡ് കാണുകയും പിന്നീട് വെബ്സൈറ്റിൽ പോയി സെർച്ച് ചെയ്യും. പിന്നെ അവർ കൊടുക്കുന്ന കോഴ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞതിന് ശേഷം ഇവിടെ തന്നെ ചേരാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. എസ്പെഷ്യലി അവർ കൊടുക്കുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സ്റ്റഡി ബ്രോഷർ കിട്ടുകയും ഞാനത് കാണുകയും എന്നാൽ പിന്നെ ഇത് തന്നെ ഇവിടെ തന്നെ പോകാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. ചേട്ടൻ എങ്ങനെ ഇതിലേക്ക് വന്നേ? ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു കരിയർ സ്വിച്ചാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്. ഇപ്പം കരിയർ സ്വിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു കുറേ ഏത് ഫീൽഡിലേക്ക് പോകണമെന്നുള്ള രീതിയിൽ ഞാൻ കുറേ സെർച്ച് ചെയ്തു. അപ്പം ഇങ്ങനെ കുറേ സെർച്ച് ചെയ്ത് കുറേ തപ്പി ഒന്നും സെറ്റായില്ല. അപ്പോഴാണ് നോക്കിയപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഫീൽഡ് കണ്ടത്. അപ്പം അതിനെക്കുറിച്ച് ഇങ്ങനെ നോക്കിയപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓക്കെ, നമുക്ക് നമ്മളെപ്പോഴും വാട്സപ്പ്, സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം എല്ലാം യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഫുൾ ടൈം അങ്ങനെ ഇതായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നൊരു ഫീൽഡ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വലിയ ബോറിംഗ് ഇല്ല. ഇപ്പോൾ നമ്മൾ നിലവിൽ നമുക്ക് ഓരോരുത്തരുടെ ജോലി കേട്ടിട്ടില്ലേ, നമ്മൾ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് സ്വിച്ച് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട് ഒരു ഫ്രീ ആയിട്ട് ഇന്ന് ചെയ്യാൻ പറ്റുന്നൊരു ജോബ്, അങ്ങനെയാണ് സെർച്ച് ചെയ്തത്. അപ്പോൾ അങ്ങനെ അന്വേഷിച്ചാണ് സിയോൺ അക്കാഡമിയെ കുറിച്ച് അറിഞ്ഞത്. മറ്റു കുറേ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി നമ്മൾ കുറേ സെർച്ച് ചെയ്തു. എന്നിട്ട് അതിൽ നിന്ന് ഞാൻ ഫിൽട്ടർ ചെയ്ത് അങ്ങനെ കിട്ടി നമുക്ക് അഫോർഡായതും പിന്നെ അതുപോലെ തന്നെ കോഴ്സസ്, അതുപോലെ നമ്മുടെ സിലബസ് കാര്യങ്ങളെല്ലാം നോക്കി നമുക്കൊരു അഫോർഡായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കണ്ടെടുത്താണ് സിയോൺ. എന്തായാലും അത് ബെറ്റർ എക്സ്പീരിയൻസ്, ബെറ്റർ ചോയ്സാണ്. ഇപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോൾ എനിക്കത് 100% പറയാൻ പറ്റും. ഇപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിലേക്ക് നമ്മൾ ഫസ്റ്റ്ലി സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് അതിലെ പഠിപ്പിക്കുന്ന കോഴ്സ്, അതായത് ചാപ്റ്റേഴ്സ്, മൊഡ്യൂൾസ് നോക്കിക്കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റ് ഡിസൈനിങ്, കോഡിങ്, അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു പേടി, അല്ലെങ്കിൽ ഇത് നമുക്ക് പറ്റുമോ, ഇത് നമുക്ക് ചെയ്യാൻ പറ്റുമോ, ഇത് എളുപ്പമാണോ അല്ലയോ എന്നൊക്കെ ഉള്ളൊരു തോന്നലൊക്കെ നമുക്ക് ആദ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ആദ്യം തോന്നിയ തോന്നലും അല്ലെങ്കിൽ ഫസ്റ്റ് ഇംപ്രഷനിൽ ചേട്ടന് തോന്നിയത് അത് കഴിഞ്ഞ് നേരെ ക്ലാസ്സിലോട്ട് വന്നപ്പോൾ പഠിച്ചു തുടങ്ങിയപ്പോഴും തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെയുണ്ടായിരുന്നു? അതിപ്പോൾ പറയുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് ഇവിടുന്ന് ബ്രോഷേഴ്സ് കാര്യങ്ങൾ നമുക്ക് സെൻഡ് ചെയ്തത്. അപ്പോൾ നമ്മളത് ഫുള്ളായിട്ട് നോക്കിയ മൊഡ്യൂൾസ് 15 മൊഡ്യൂൾസ് വരുന്നുണ്ട്. ഇതൊക്കെയാണ് വരുന്നത്. അതുപോലെ ആഡ് ഓൺ ആയിട്ട് ഒരു ഗ്രാഫിക് ഡിസൈനിങ്, അതിൻ്റെ ഒരു ബേസ് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിനകത്ത് മെയിനായിട്ട് വേണ്ട ഒരു ഗ്രാഫിക് ഡിസൈനിങ് അത്യാവശ്യം വേണ്ട. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് വരുന്നുണ്ട്. അപ്പം അതിൽ നോക്കിയപ്പം ഓക്കെ നമുക്ക് ചെയ്യാം. അപ്പം എന്തായാലും ഒരു മെൻറ്ററിങ് നമുക്ക് തരുന്നുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻ തരുന്നുണ്ട്. പഠിപ്പിക്കുന്ന പ്രോഗ്രാംസിൻ്റെ അത്യാവശ്യം വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് കാര്യങ്ങൾ, ഫങ്ഷൻസ്, അതെല്ലാം ഓക്കെ നമുക്കെല്ലാം അണ്ടർസ്റ്റാൻഡിങ് ആകുന്ന രീതിയിൽ തന്നെ. അതുപോലെ ഇപ്പോൾ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് വീണ്ടും റിപ്പീറ്റായിട്ട് ചോദിക്കാം. അപ്പം നമ്മളെ സംബന്ധിച്ചിപ്പോൾ നമ്മൾ ചെയ്ത ക്ലാസ് നമുക്ക് ചില കാര്യങ്ങളൊക്കെ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പോലും നമുക്കറിയില്ല. ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടോ അത്രയും സ്റ്റുഡൻസിന് അണ്ടർസ്റ്റാൻഡ് ആകുന്ന, ഇല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് പറഞ്ഞു അപ്പം അത് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലായ ഒരു ഈസി ക്യാച്ച് ചെയ്തൊരാൾക്കും വീണ്ടും കേട്ട് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ വലിയൊരു അഡ്വാൻറ്റേജ്. അങ്ങനെ നമുക്ക് ക്ലാസ് അങ്ങനെ ടഫായിട്ട് തോന്നില്ല. എല്ലാം നമ്മുടെ മെൻറ്റേഴ്സ് എല്ലാം നല്ല സപ്പോർട്ടീവായിട്ട് ചെയ്ത് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാൻ പറ്റും. കമ്പനിയെക്കുറിച്ചുള്ള പ്രൊജക്റ്റും ചെയ്തതും പിന്നെ ലാസ്റ്റ് നമ്മളൊരു അസൈൻമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് എങ്ങനെയായിരുന്നു? അത്രയൊരു വലുതെന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും കുറച്ച് ദൈർഘ്യമേറിയ ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. അത് ചെയ്തപ്പോൾ ഉള്ള എക്സ്പീരിയൻസ് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ അറിയാൻ പറ്റിയത് എങ്ങനെ ചെയ്യണ്ടേ എന്നുള്ളത്. എനിക്കങ്ങനെ മുൻപരിചയമൊന്നുമില്ല ഇതിൽ വലിയ കാര്യമായിട്ട്. പക്ഷേ ഇവിടെ വന്ന് പ്രൊജക്റ്റ് ചെയ്തപ്പോഴത്തേക്കും അതിൻ്റെ എങ്ങനെയാണെന്ന് എനിക്ക് ഐഡിയ ഇല്ലാതിരുന്നതുകൊണ്ട് തന്നെ ഞാൻ സാറിനോട് ചോദിച്ചത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വഴി എന്നുള്ള രീതി ചോദിച്ചപ്പോഴത്തേക്കും കൃത്യമായിട്ട് ഇന്നതാണ് എന്ന് പറഞ്ഞു തന്നുകൊണ്ട് എനിക്കത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റി. ഒരു നല്ല രീതിക്ക് തന്നെ റിസർച്ച് ചെയ്യാനും പറ്റി. ഈ ടോപ്പ് കമ്പനീസൊക്കെ എങ്ങനെയായിരിക്കും ഈ പ്രൊജക്റ്റൊക്കെ ചെയ്യാമെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴത്തേക്ക് അതിനെപ്പറ്റിയുള്ള ഒരു ബ്രീഫ് കിട്ടിയോണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് സിയോണിൽ വന്നിട്ട് അടിപൊളിയാണ്. സിയോണിൽ ഒരു മൊത്തത്തിലൊരു വെക്കേഷൻ ഒന്നും കൂടെയാണ് മോഡൽ പഠിത്തത്തെക്കാളും കൂടുതൽ. ജസ്റ്റ് പഠിത്തം ആ രീതിക്കല്ല ഇവിടെ പഠിപ്പിക്കുന്നത്. കൂടുതലും സ്റ്റുഡൻസിനെ അവർ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും എൻഗേജ് ചെയ്യിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്നൊരു പഠന രീതി ആയതുകൊണ്ട് തന്നെ ഭയങ്കര എൻജോയബിൾ ആയിട്ടുള്ളൊരു എന്താ പറയുക എക്സ്പീരിയൻസ് ആയിരുന്നു സിയോണിലുള്ള പുറത്ത്.